കൈക്കൂലി കേസിൽ പിടിയിലായ എറണാകുളം ആർ.ടി.ഒ. ടി.എം. ജെയ്സന്റെ ഇടപ്പള്ളിയിലെ വീട്ടിൽ വിജിലൻസിന്റെ പരിശോധന തുടരുന്നു. ഓഫീസിന്റെ പൂട്ടുപൊളിച്ചാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ അകത്ത് കയറിയത്. വീട്ടിൽ അനധികൃതമായി 49 കുപ്പി വിദേശമദ്യം സൂക്ഷിച്ച സംഭവത്തിൽ ടി.എം. ജെയ്സനെതിരെ എക്സൈസ് കേസെടുക്കാനൊരുങ്ങുകയാണ്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, വിശദാംശങ്ങൾ. റിജിത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ വിജിലൻസ് പിടികൂടിയ ആർ.ടി.ഒയുടെ വീട്ടിലാണ്. ഇന്നലെ നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ മുതൽ വിജിലൻസ് സംഘത്തിന്റെ പരിശോധന ഇവിടെ തുടരുകയാണ്. നിലവിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ വീട്ടിനുള്ളിൽ ശേഖരിച്ച തെളിവുകൾ, പ്രത്യേകിച്ച് പാസ്ബുക്കുകൾ, നിക്ഷേപത്തിന്റെ തെളിവുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ച് വീട്ടുകാരെ ബോധ്യപ്പെടുത്തുകയാണ്. അതിനുശേഷം അത് വിജിലൻസിന്റെ കണക്കിൽ രേഖപ്പെടുത്തിയ ശേഷമാകും അവർ ഇവിടെ നിന്ന് മടങ്ങുക. ഈ വീട്ടിൽ നിന്ന് 60,000 രൂപ കൈക്കൂലിയായി സൂക്ഷിച്ചിരുന്ന 60,000 രൂപ ഉൾപ്പെടെ പിടിച്ചെടുത്തതായിട്ടും വിജിലൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. വിജിലൻസ് എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു കൈക്കൂലിയാണ് ആർ.ടി.ഒ. വാങ്ങിയിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സൂക്ഷിച്ചിരുന്ന ഓഫീസ് റൂം പൂട്ടിയ നിലയിലായിരുന്നു. ആ പൂട്ട് പൊളിച്ചാണ് ഉദ്യോഗസ്ഥർക്ക് ഈ വീടിനുള്ളിൽ കടക്കാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ഏകദേശം 11 മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് ഇപ്പോഴും ഇടപ്പള്ളിയിലെ ആർ.ടി.ഒയുടെ വീട്ടിൽ നടക്കുന്നത്. സാമ്പത്തിക രേഖകളും നിക്ഷേപ രേഖകളും അടക്കം നിരവധി ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്തുവെന്നാണ് അറിയുന്നത്. അതേസമയം ആർ.ടി.ഒയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് അല്പസമയത്തിനകം പുറത്തിറങ്ങും എന്നുള്ളതാണ് ഗതാഗത വകുപ്പും വ്യക്തമാക്കുന്നത്. വിജിലൻസ് റിപ്പോർട്ടിന് കാത്തു നിൽക്കും മുമ്പ് തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. ഏതായാലും പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. എന്തൊക്കെ രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തു എന്നുള്ളത് അല്പസമയത്തിനകം ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങുമ്പോൾ മാത്രമാകും കൂടുതൽ വ്യക്തമാകുക. ശ്യാം, ഇന്നലെ ഇയാളുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിലിങ്ങനെ 19 മദ്യക്കുപ്പികൾ ഒരു വീട്ടിലിങ്ങനെ അടുക്കി വെച്ച നിലയിലാണ്. ഇതൊക്കെ കൈക്കൂലിയായി കിട്ടിയതാണോ ശ്യാം? തീർച്ചയായും 49 കുപ്പി മദ്യം, വിദേശ മദ്യം, അതും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമല്ല, വിദേശ നിർമ്മിത വിദേശ മദ്യമാണ് ഇവിടെ നിന്ന് പിടികൂടിയത്. വീടിനുള്ളിൽ ചെറിയൊരു ബാർ തന്നെ ആർ.ടി.ഒ. തയ്യാറാക്കി വച്ചിരുന്നു എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തത്. അത് സംബന്ധിച്ച് എക്സൈസിന് ഇന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകും. സ്വാഭാവികമായും എക്സൈസ് അനധികൃത മദ്യശേഖരം കൈവശം വെച്ചതിന് ആർ.ടി.ഒയുടെ പേരിൽ മറ്റൊരു കേസ് കൂടി എടുക്കും. ഏതായാലും നിലവിൽ ഇപ്പോൾ വിജിലൻസ് കേസിന് പുറമെ മറ്റൊരു കേസ് കൂടി വരാനുള്ള സാധ്യതയും ഇപ്പോൾ ഉണ്ട്. ഏതായാലും ഇപ്പോൾ പരിശോധനകൾ തുടരുകയാണ്. ഈ പരിശോധനയിലാണ് വിജിലൻസ് സംഘം ഇവിടെ നിന്ന് പിടികൂടിയതും അനധികൃതമായി സൂക്ഷിച്ചതും കൈക്കൂലിയായി വാങ്ങിയതും ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ രേഖകൾ പുറത്തുവരിക. രാവിലെ തന്നെ ആർ.ടി.ഒയെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇന്നലെ ഇയാളുടെ ഏജന്റുമാരായി നിന്ന 2 പേരുടെ ഫോർട്ട് കൊച്ചിയിലെ വീടുകളിലും വിജിലൻസ് സംഘത്തിന്റെ പരിശോധനകൾ നടന്നിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഏജന്റുമാരെ ഉപയോഗിച്ചാണ് ആർ.ടി.ഒ. കൈക്കൂലി വാങ്ങിയിരുന്നത് എന്നുള്ളതാണ് വിജിലൻസ് സംഘം പറയുന്നത്. ഏതായാലും നിലവിൽ പരിശോധന 11ാം മണിക്കൂറിലും തുടരുകയാണ്. ശരി, എസ് ശ്യാംകുമാർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.